മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതം നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നയിക്കാൻ ധൈര്യം കാണിക്കുക. എഴുത്തുകാരൻ റോയ് ടി ബെന്നറ്റിൻ്റെ വാക്കുകളാണ്. സത്യമല്ലേ? നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ അനുസരിക്കാൻ സാധിച്ചു എന്ന് വരില്ല. സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കെതിരായി ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. സമൂഹം പറയുന്ന അതേ വഴിയിൽ അതേ ദിശയിൽ യാത്ര ചെയ്യാത്ത ചില മനുഷ്യർ സ്വന്തം ലക്ഷ്യങ്ങൾ താണ്ടി പോകുന്നവരാണ്. കേട്ടിട്ടില്ലേ, ടു സെയിൽ അഗെയിൻസ്റ്റ് ദ വിൻഡ്സ്, കാറ്റിനെതിരായി നീങ്ങുകയെന്ന്. അങ്ങനെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരു വല്ലാത്ത ധൈര്യവുമൊക്കെ വേണം. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവർ സമൂഹത്തിൻ്റെ പാസ് മാർക്കിന് വേണ്ടി സമൂഹത്തിൻ്റെ റാങ്കിന് വേണ്ടി മത്സരിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ സമൂഹത്തിൻ്റെ റാങ്കിന് വലിയ വിലയൊന്നുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വന്തം സ്വപ്നങ്ങൾ എവിടെയോ പാതിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചുറ്റുമുള്ളവർ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞേക്കും. എന്നാലും ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ തളരാതെ മുന്നോട്ട് പോകും. നേടിയെടുക്കണം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ആരെയും അത് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്താനും തയ്യാറാകണം. കേട്ടോ, ലെനിൻ പണ്ട് പറഞ്ഞതുപോലെ ഗർഭസ്ഥ ശിശുക്കൾക്കും ശ്മശാനങ്ങളിലെ മൃതദേഹങ്ങൾക്കും മാത്രമാണ് തെറ്റുപറ്റാത്തത്. ബാക്കി ആർക്കാണ് തെറ്റുപറ്റാത്തതായിട്ടുള്ളത്? തെറ്റുപറ്റിയാൽ നമ്മളത് തിരുത്തുകയും വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതവും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ സന്തോഷം അകലെയാണെന്നും വന്നേ.